ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീം ക്രാഫ്റ്റ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി അതൊരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ആണ്. ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നും ഗ്രൂമിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് ഇൻവിറ്റേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ റെസിൻ മിക്സിങ് കാണിക്കുന്നില്ല, ആഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ മുന്നേ റെസിൻ മിക്സിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. വേണമെന്നുള്ളവർക്ക് ഞാൻ പഴയ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഓൾറെഡി ബേസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ലാവൻഡർ പർപ്പിൾ ഷെയ്ഡിൽ. എന്നിട്ട് ഞാൻ ഫ്ലവേഴ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബീഡ്സും അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലെറ്റർ ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ പ്രിൻ്റ് ആണ് കൊടുക്കുന്നത്. ഇത് മെറ്റാലിക് പ്രിൻ്റാണ്. ഈ ഒരു പ്രിൻറ്റിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജസ് അയക്കാറുണ്ട്. ഇതിനെ പറയുന്നത് മെറ്റാലിക് പ്രിൻ്റാണ്. മെറ്റാലിക് ഗോൾഡ് ഷീറ്റിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു പ്രിൻ്റാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് വിനയലും അവൈലബിൾ ആണ്. വിനയൽ സ്റ്റിക്കർ പ്രിൻ്റ് എന്ന് പറയും, പക്ഷെ അത് ഇതിൻ്റെ അത്ര ഒരു ഇതുണ്ടാവില്ല. കുഞ്ഞു സൈസിൽ ഒന്നും ഇത്രയും കുഞ്ഞു സൈസിൽ എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ. ഇത് മെറ്റൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട്. നമ്മൾ നോർമലി വീഡിയോസിൽ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അത് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് വീഡിയോ സ്പീഡാക്കാണ്ട് ഞാൻ സെയിം ഇതിൽ തന്നെ കാണിക്കുന്നത്. അതിനുശേഷം ഞാനത് ഇതുപോലെ മിക്സ് ചെയ്ത റെസിൻ ഒഴിക്കുന്നുണ്ട്. ഇത് നേരത്തെ ചെയ്തു വെച്ച ബേസ് ഡ്രൈ ആയ ബേസിലാണ് നമ്മൾ ഈ സ്റ്റിക്കർ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഞാൻ റെസിൻ പോർ ചെയ്യുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനിപ്പോൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡ്സിൽ കുറച്ച് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സിസേഴ്സാണ്. ഇച്ചിരി വലിയ സിസേഴ്സ് മേടിക്കുക, അത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ അത് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് പോയിട്ടില്ല എങ്കിൽ ഡീബാറിങ് ടൂള് യൂസ് ചെയ്യാം. ഡീബാറിങ് ടൂള് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത ശേഷം ഡീബാറിങ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ എക്സസ് ആയിട്ടുള്ള പോർഷനൊക്കെ റിമൂവ് ചെയ്യുന്നത്. ഇതാണ് ഡീബാറിങ് ടൂള്. ഇത് നമുക്ക് ഇതുപോലെ സൈഡ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് അറൗണ്ട് ഒരു 350 റേറ്റാണ് വരുന്നത്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഇൻവിറ്റേഷൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും പോർഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ്റ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് അല്ലെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ വേണം എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതാണ് എങ്കിൽ, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഫ്രെയിം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് അർഷ. ബൈ ഫ്രം ഡ്രീം ക്രാഫ്റ്റ്.